നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ദേവാലയ നാശപ്രവചനം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയും 14 മുതൽ 18 വരെയും ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. അവൻ ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഗുരു, ഇതാ എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നീ ഈ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും സ്വകാര്യമായി അവനോട്, അതെപ്പോൾ സംഭവിക്കും എന്ന് ചോദിച്ചു. 14 മുതൽ. എന്നാൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദ ദേശത്ത് ഉള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ അകത്തേക്ക് ഇറങ്ങിപ്പോകുകയോ വീട്ടിൽ നിന്ന് വലുതും എടുക്കാൻ കടക്കുകയോ അരുത്. വയലിൽ ഇരിക്കുന്നവൻ വസ്ത്രമെടുക്കാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ അത് ശീതകാലത്ത് സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. കർത്താവായ യേശുക്രിസ്തു യെരുശലേം ദേവാലയം വിട്ടുപോകുന്ന സമയത്ത്, യേശുവിൻ്റെ യെരുശലേം ദേവാലയത്തിൽ നിന്നുള്ള അവസാനത്തെ യാത്രയാണ്. ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഗുരു, ഈ ദേവാലയം എത്ര മനോഹരമായിരിക്കുന്നു, അതിൻ്റെ കല്ലുകളൊക്കെ എത്ര വിലയേറിയതായിരിക്കുന്നു എന്ന് അച്ചരിത്തോട് ചോദിച്ചപ്പോൾ യേശു പറയുകയാണ്, ഇതിൻ്റെ മേൽ കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കുകയില്ല. അതുപോലെ ഇത് ഇല്ലാതെയായി പോകും, തകർന്നു പോകും. അപ്പോൾ ശിഷ്യന്മാരിൽ 4 പേര്, യാക്കോബും യോഹന്നാനും പത്രോസും അന്ത്രയോസും, കർത്താവേ, അത് സംഭവിക്കുന്നതിൻ്റെ അടയാളം അതെപ്പോൾ സംഭവിക്കും എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അതിന് യേശു പറഞ്ഞ ഉത്തരം ആണ് 14 മുതലുള്ള വാക്യങ്ങളിൽ ഉള്ളത്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. ഇത് മത്തായി എഴുതിയ സുവിശേഷത്തിലുള്ളത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്നാണ്. അതായത് യെരുശലേം ദേവാലയത്തിൽ ജാതികൾ ചവിട്ടുവാൻ, അത് നശിപ്പിക്കുവാൻ, ചവിട്ടുവാൻ ഇടയായിത്തീരും. ശൂന്യമാക്കുന്നവർ അതിന് വളയും എന്നാണ് യേശു പറഞ്ഞത്. മത്തായി 24-ലും മർക്കോസ് 13-ലും ലൂക്കോസ് 21-ലുമാണുള്ളത്. അത് ചേർത്ത് വായിച്ചാൽ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ യഹൂദരോട് യേശു പറഞ്ഞത്, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ മലകളിലേക്ക് ഓടുക എന്നാണ്. വീട്ടിലിരിക്കുന്നവൻ വീടിൻ്റെ മുകളിലൊന്നും എടുക്കാൻ പോകരുത്. മുകളിലിരിക്കുന്നവൻ താഴെയൊന്നും എടുക്കാൻ പോകരുത്. നിങ്ങൾ ഓടിക്കോണം. അന്ന് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. കാരണം ഗർഭിണികൾക്ക് ഓടാൻ ബുദ്ധിമുട്ടാണ്. മുല കുടിപ്പിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടാൻ ബുദ്ധിമുട്ടാണ്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഓടിപ്പോക്ക് ശബ്ബത്തിലോ ശീതകാലത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ, ശീതകാലത്താണെങ്കിൽ പുതപ്പൊക്കെ പുതച്ച് ഓടാൻ ബുദ്ധിമുട്ടാണ്. 2, ശബ്ബത്തിലാണെങ്കിൽ യെരുശലേം നഗരത്തിൻ്റെ വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കും. അതും ഒരു ബുദ്ധിമുട്ടാണ് ഓടിപ്പോകാൻ. എന്തായാലും കർത്താവായ യേശു പറഞ്ഞു, യെരുശലേം ദേവാലയം ഇടിക്കപ്പെടും, അത് തകർക്കപ്പെടും, കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ അത് ഇല്ലാതെയായി പോകാനിടയായിത്തീരും. വാസ്തവത്തിൽ യഹൂദന്മാർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിനു മുൻപ് പലപ്പോഴും ഈ യെരുശലേം ദേവാലയം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. നെബൂഖദ്നേസർ രാജാവ് BC 600 കാലഘട്ടത്തിൽ ഈ ദേവാലയം തകർക്കുകയും അതിലെ ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ബാബേലിലേക്ക് പോവുകയും ചെയ്ത കാര്യം പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്.
അതൊക്കെ ബോധപൂർവം മറന്നുകൊണ്ട് യഹൂദന്മാർ പറയുന്നത് ഈ യെരൂശലേം ദേവാലയത്തിൻ്റെ പണി ദൈവമാണ് പറഞ്ഞു കൊടുത്തത്, ദൈവമാണ് അതിന് മധ്യ വസിക്കുന്നത്, ദൈവമാണ് അതിനെ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ജാതികൾ തകർക്കുവാൻ ദൈവം സമ്മതിക്കില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവിടെ ആരാധന ഉണ്ടെങ്കിലും യാഗമുണ്ടെങ്കിലും പെരുന്നാളുകൾ ഉണ്ടെങ്കിലും വഴിപാടുകൾ ഉണ്ടെങ്കിലും ദശാംശമുണ്ടെങ്കിലും അവരതെല്ലാം ചടങ്ങായിട്ട് ചെയ്യുകയാണ്. ദൈവത്തെ ഭയപ്പെട്ടല്ല, ദൈവത്തെ സ്നേഹിച്ചല്ല. അതുകൊണ്ട് ആ കപടഭക്തിയെ തീർച്ചയായിട്ടും ദൈവം ന്യായം വിധിക്കും. മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും അതുണ്ടാകും എന്നാണ് യേശു പറയുന്നത്. ആരാണിത് പറയുന്നത്? ഒരു പ്രവാചകനല്ല. നെബൂഖദ്നേസറിന്റെ കാലത്ത് യെരൂശലേം ദേവാലയം നശിക്കപ്പെടുമെന്ന് ദാനിയേൽ പ്രവചിച്ചിട്ടുണ്ട്, എഹെസ്കേൽ പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രവാചകനല്ല, ദൈവം മനുഷ്യനായവൻ. വേറൊരു നിലയിൽ പറഞ്ഞാൽ ഈ ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിനു മീതെ അദൃശ്യനായി അല്ലെങ്കിൽ തേജോമയനായി വസിച്ചിരുന്ന അതേ ദൈവമാണ് ഇപ്പോൾ മനുഷ്യനായിട്ട് വന്നിരിക്കുന്നത്. കൊരിന്ത്യലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. തേജസ്സിൻ്റെ കർത്താവാണ്. യെശയ്യാവ് യേശുവിൻ്റെ തേജസ് കണ്ടിട്ട് പറയുന്ന വാക്കുകൾ യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിലുണ്ട്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു, സാറാഫുകൾ അവന് ചുറ്റും നിന്ന് അവ 2 ചിറകുകൾ കൊണ്ട് പാദം മറിച്ച് 2 ചിറകുകൾ കൊണ്ട് മുഖം മറിച്ച് 2 ചിറകുകൾ കൊണ്ട് പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടിരുന്നു എന്നാണ്. ഈ കാര്യം യേശുവിൻ്റെ ദർശനം കണ്ടിട്ട് യെശയ്യാവ് പറഞ്ഞതാണെന്നാണ് യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൽ. അപ്പോൾ യെരൂശലേം ദേവാലയത്തെ മഹത്വമുള്ളതാക്കി തീർത്തിരുന്ന ആ ദൈവം വേറെ ആരുമല്ല, യേശുവാണ്. ആ യേശു അവിടെ വിടുവാനിടയായി. അങ്ങനെയാണ് ബേത്ലഹേമിൽ പിറന്നപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ മാലാഖമാർ പാട്ടുപാടുവാൻ ഇടയായതും വിദ്വാൻമാർ വന്നു കണ്ട് പൊന്നും കുന്തിരുക്കവും ഊരും കാഴ്ചവെച്ച് ആ ശിശുവിനെ നമസ്കരിക്കുവാൻ ഇടയായതും. ആ യേശുവാണ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെയും താൻ ദൈവമാണെന്ന് തെളിയിക്കുവാൻ ഇടയായത്. ആ യേശു ഇപ്പോൾ യെരൂശലേം ദേവാലയത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് അവരനുവദിക്കാതെ യേശുവിനെ പിടിക്കാനും കൊല്ലാനുമാണ് ശ്രമിച്ചത്. യേശു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടി കാൽവറിയിലേക്ക് നടന്ന് അടുക്കുകയായിരുന്നു. അതുകൊണ്ട് താൻ വിട്ടുപോന്ന കിളി പറന്നുപോയ കൂടുപോലെ മാത്രമുള്ള ആ യെരൂശലേം ദേവാലയത്തെ നോക്കി യേശു പറയുകയാണ്, ഇത് കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ ഇടിക്കപ്പെടുവാനിടയാകും. അത് അക്ഷരപ്രകാരം AD 70 നിവർത്തിക്കപ്പെടുവാനിടയായി. റോമൻ സൈന്യാധിപനായ ടൈറ്റസ് വന്ന് ഈ യെരൂശലേം ദേവാലയം കൊള്ളയടിച്ചു. അതിനെ തീ വെച്ച് ചുടാനൊരുങ്ങിയപ്പോൾ സ്വർണം കല്ലുകളുടെ ഇടയിൽ നിന്ന് ഉരുകി വരുന്നു. അപ്പോൾ ഈ കല്ലുകളുടെ ഇടയിലെല്ലാം സ്വർണമാണ് വെച്ചിരിക്കുന്നത്, സ്വർണം കൊണ്ടാണ് അത് ഉറപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ആ കല്ലുകൾ ഒന്നൊന്നായി ഉളിക്കുകയും അതിലെ സ്വർണം അവർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. നമ്മുടെ കർത്താവ് ഒന്നും അതിശയോക്തിയായിട്ട് പറയുകയില്ല. യേശു പറഞ്ഞതെല്ലാം 100% ശരിയായിരുന്നു. യേശു പറഞ്ഞതെല്ലാം നിറവേറുകയും ചെയ്യും. ഇവിടെ യേശു പറഞ്ഞു യെരൂശലേം ദേവാലയം തകർക്കപ്പെടും. അത് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 10-35 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിറവേറ്റപ്പെടുവാനിടയായി. അത് ഇതുവരെയും പണിതിട്ടില്ല. ലോകത്തിലെ എല്ലാ ജനപദങ്ങൾക്കും ആരാധനാലയങ്ങളുണ്ട്, ഒരു കേന്ദ്ര ആരാധനാലയമുണ്ട്. പക്ഷേ യഹൂദന്മാർക്ക് അത് ഇല്ല. അവരുടെ യെരൂശലേമിലെ ആ ദേവാലയത്തിൻ്റെ സ്ഥാനം ഇന്നും ശൂന്യമായിട്ട് കിടക്കുകയാണ്. യേശു പറഞ്ഞത് എത്രയോ ശരിയാണ്. നമ്മുടെ കർത്താവിനെ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശുവിനെ സ്നേഹിക്കാൻ, അനുസരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.